ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അച്ചോ, എന്താണ് ഉദയം അസ്തമയത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? 103 സങ്കീർത്തനം 12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഉദയം അസ്തമയത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. എന്താണ് ഉദയം അസ്തമയത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ എന്ന പ്രയോഗത്തിൻ്റെ പൊരുള്? ഈ തിരുവചനം ഉദയം അസ്തമയത്തിൽ നിന്ന് എന്നത് ആ തിരുവചനം മറ്റൊരു തരത്തിലും ഭാഷപ്പെടുത്താം. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ, കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ, അങ്ങനെയും അത് തർജ്ജമ ചെയ്യാം. ആസ് ദ ഈസ്റ്റ് ഈസ് ഡിസ്റ്റന്റ് ഫ്രം ദ വെസ്റ്റ്. അങ്ങനെ ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ അങ്ങനെ കാണും. ഞാനത് മനസ്സിലാക്കാൻ ആദ്യം ഒരു ഉദാഹരണം കാണിക്കാം. ആ ഉദാഹരണത്തിലേക്ക് വീണ്ടും കൂടി വരും ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ഗ്ലോബാണ്. ഈ ഗ്ലോബ് ഇങ്ങനെ ഒരു 23 ഡിഗ്രി ചെരിഞ്ഞ് ഇരിക്കുകയാണല്ലോ. ഇത് ദക്ഷിണ ധ്രുവം അല്ലേ, സൗത്ത് പോള്. ഇവിടെ നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയാൽ ഉത്തര ധ്രുവം. അപ്പോൾ ദക്ഷിണ ധ്രുവം, ഉത്തര ധ്രുവം. ഇവിടുന്ന് ഇനി വീണ്ടും യാത്ര തുറന്നാൽ ഇങ്ങോട്ടൊക്കെ ആണെങ്കിലും അത് ദക്ഷിണ ധ്രുവത്തിലേക്കാണ് അല്ലേ. ഇവിടുന്ന് നമ്മൾ വടക്കോട്ട് യാത്ര ചെയ്താൽ ഉത്തര ധ്രുവത്തിലെത്തും. ഉത്തര ധ്രുവത്തിൽ നിന്ന് യാത്ര ചെയ്താൽ ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്തും. അങ്ങനെയല്ലേ എത്തുക? അങ്ങനെയാണ്. അപ്പോൾ ഒരു എൻഡ് ഉണ്ട്. ഈ വടക്കോട്ടോ തെക്കോട്ടുള്ള യാത്രയ്ക്ക് ഒരു അവസാനമുണ്ട്. ഇനി നമുക്ക് മറ്റ് ദിശകൾ നോക്കുക. ഈ കിഴക്കും പടിഞ്ഞാറും. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യ ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ കിഴക്കോട്ട് പോകുമെന്ന് വിചാരിക്കുക. കിഴക്കോട്ട് എപ്പോഴെങ്കിലും അവസാനിക്കുകയോ? ഒരു ബിന്ദു ഉണ്ടോ? ഒരു അവസാന ബിന്ദു ഉണ്ടോ? ഇല്ല. അതുപോലെ പടിഞ്ഞാറോട്ട് പോകുമെന്നിരിക്കുക. പടിഞ്ഞാറോട്ട് പോയാലും ഒരു അവസാന ബിന്ദു ഇല്ല. വടക്കും തെക്കും നമുക്ക് പോയാൽ ഒരു ബിന്ദു ഉണ്ട്. കുറേ ചെല്ലുമ്പോൾ വടക്കെത്തി, പിന്നെ അവിടുന്ന് യാത്ര ചെയ്താൽ തെക്കോട്ടാണ്. പക്ഷേ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആണെങ്കിൽ അതിനൊരു അവസാന ബിന്ദു ഇല്ല. നിങ്ങളൊരു ഗ്ലോബ് എടുത്തിട്ട് നോക്കിയാൽ കാര്യം മനസ്സിലാകും. ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ടോക്കിലേക്ക് പോകാം. എന്നിട്ട് ഇത് ഇപ്പം 12-ാമത്തെ 103 സങ്കീർത്തനം 12-ാമത്തെ വാക്യമാണ് എന്നോട് ചോദിച്ചത്. നമുക്ക് 8 മുതലൊന്ന് കേൾക്കാം. എന്നാലാണ് അത് കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. 8-ാമത്തെ വാക്യം തൊട്ട് 103 8 മുതൽ 13 വരെ ഒന്ന് കേൾക്കാം. യാഹ്വേ കരുണയും കൃപയും നിറഞ്ഞവനാണ്, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും സംഗ്രഹിക്കുകയുമില്ല. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് തക്കവിധം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം വീട്ടുന്നില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ അവിടുത്തെ ഭക്തരോട് വലുതായിരിക്കും. ഉദയം അസ്തമയത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യാഹ്വേക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മളിവിടെ കാണുന്ന വാക്കുകൾ നോക്കിയാൽ കോപം, ശാസന, ദീർഘക്ഷമ, മഹാദയ, പിന്നെ കരുണ, ഇങ്ങനെയുള്ള നിരവധി വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. കോപം, ദയ, കരുണ, ഇങ്ങനെ പല വാക്കുകൾ. ദൈവം കോപിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ കോപം ഇങ്ങനെ സംഗ്രഹിക്കി വെക്കില്ല, അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് പ്രതികാരം ചെയ്യാനായിട്ട്. അവിടുന്ന് എപ്പോഴും ശാസിക്കില്ല, വല്ലപ്പോഴും ശാസിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കോപം, അതിന് പിന്നാലെ അവിടുത്തെ കൃപ ഇല്ലേ. യാഹ്വേ കരുണയും കൃപയും നിറഞ്ഞവനാണ്. 8-ാമത്തെ വാക്യം. ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം വേറെ വേറെ വാക്കുകളാണ്. അവിടുത്തെ കൃപ, ഹന്നാൻ എന്ന് നമ്മൾ പറയില്ലേ, ഹന്നാൻ വെള്ളം എന്നൊക്കെ പറയില്ലേ, യോഹന്നാൻ ആണ്, അവന് കൃപ. അവിടുത്തെ ദയ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നത് ഹെസദ് എന്ന വാക്കാണ്, ഹീബ്രുവിലെ ഹെസദ്. പിന്നെ വരുന്നതാണ് കരുണ.
റഹം, റഹൂം എന്നൊക്കെയാണ്. കരുണ, റഹം. ഈ നമ്മൾ ഒരു അപ്പൻ മക്കളെ ബന്ധം, അമ്മ മക്കളെ ബന്ധം, മാതാപിതാക്കൾ മക്കൾ നമ്മളെ ബന്ധം നോക്കിയാൽ അവിടെ ഇതൊക്കെ കാണാം. കോപിക്കും, ശാസിക്കും, എന്നാൽ കൃപയുണ്ട്, ദയയുണ്ട്, കരുണയുണ്ട്, ദീർഘക്ഷമയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ കോപവും ആ ശാസനയുമൊക്കെ ശിക്ഷകളല്ല, അച്ചടക്കം പഠിപ്പിക്കലാണ്, ശിക്ഷണമാണ്. അത് കൃപയോടും ദയയോടും കരുണയോടും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പം നമുക്ക് ഈ 3 വാക്കുകളൊന്ന് പരിശോധിക്കാം. കൃപ, ഞാൻ പറഞ്ഞു ഹന്നാൻ എന്ന വാക്കാണ്. അതിൻ്റെ ഒരു എറ്റിമോളജി എന്ന് പറഞ്ഞാൽ കുമ്പിടുക എന്നാണ് ശരിക്കും. കുനിയുക അല്ലെങ്കിൽ കുമ്പിടുക, കുനിഞ്ഞു നോക്കുക, താഴോട്ട് ഇറങ്ങി വരിക, കുമ്പിടുക എന്നൊക്കെയാണ് അതിൻ്റെ ആക്ഷരികാർത്ഥം ഹന്നാൻ എന്ന വാക്കിൻ്റെ. രാജാവ് പ്രജകളിലേക്ക് ഇറങ്ങി വരിക, ഇല്ലേ, കുമ്പിട്ടിങ്ങനെ താഴോട്ട് ഇറങ്ങി വരികയാണ്. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരിക. താഴെ തട്ടിൽ കിടക്കുന്നവരുടെ ആ തലത്തിലേക്ക് മുകൾ തട്ടിലുള്ളവർ ഇറങ്ങി വരിക, കുനിയുക, കുനിഞ്ഞു നോക്കുക. അതിനൊക്കെയാണ് ഹന്നാൻ എന്ന വാക്കിൻ്റെ ആക്ഷരികമായ ധ്വനി. അർഹതയില്ലാത്തത് കൊടുക്കുന്നതാണ് കൃപ, അല്ലെങ്കിൽ കിട്ടുന്നതാണ് കൃപ. നിയമപരമായി യോഗ്യതയില്ലാത്ത ഒരു സംഗതിക്ക് ഇല്ലാത്തൊരു സംഗതി കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫിക്കേഷൻസ്, യോഗ്യത, ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ നമുക്ക് ചില യോഗ്യതകൾ വേണം, അതില്ലാത്തത് കിട്ടുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് കൃപയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഒരു ഗുണവിശേഷമോ യോഗ്യതയോ അർഹതയോ നിയമപരമായിട്ടുള്ള അവകാശവാദമോ ഇതൊന്നുമില്ലാതെ അവർക്കിതൊന്നുമില്ല, എന്നിട്ടും അത് കിട്ടുന്നു. അത് അവരുടെ യോഗ്യത കൊണ്ടല്ല, കൊടുക്കുന്ന ആളുടെ സ്വഭാവവിശേഷം അങ്ങനെയാണ്. ഇതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ യോഗ്യതയോ അർഹതയോ നമ്മുടെ ക്വാളിഫിക്കേഷനോ നിയമപരമായിട്ട് എന്തെങ്കിലും അവകാശവാദം ഇതൊന്നും ഉള്ളത് കൊണ്ടല്ല കൃപ ചൊരിയുന്നത്. അവൻ ദൈവമായിരിക്കുന്നവൻ നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് യോഗ്യതയോ അർഹതയോ ഗുണവിശേഷങ്ങളോ നമ്മുടേതായ ഒന്നുമില്ലെങ്കിലും അവൻ്റെ സ്വഭാവമായിരിക്കുന്ന എന്താണ്, കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് രക്ഷ നൽകുന്നു, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നൽകുന്നു. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്, ഹന്നാൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ നന്ദി കാണിക്കാത്തവരും അർഹതയില്ലാത്തവരും പാപം ചെയ്ത് അയോഗ്യരൊക്കെയാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല. അവൻ കൃപ ചൊരിയും. അതാണ് ആ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം. അത് രക്ഷ കൃപയാകുന്നതും മറ്റെല്ലാം കൃപയാകുന്നതും ദൈവത്തിൻ്റെ സ്വഭാവം അതായതുകൊണ്ടാണ്. അപ്പം അതിനെയാണ് ഹന്നാൻ എന്ന വാക്കാണ് നമ്മൾ കൃപ എന്ന് തർജ്ജമ ചെയ്യുന്നത്. ഹന്നാൻ എന്ന വാക്ക് ഹീബ്രുവിൽ വാക്കാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ സങ്കീർത്തനം പഠിക്കുന്നത് ഹീബ്രു മൂലമായതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ പറയുകയാണ്. പിന്നെ നമ്മൾ ദയ എന്ന് തർജ്ജമ, രണ്ടാമത്തെ വാക്ക് ദയ, ഹെസദ് എന്നാണ് അതിൻ്റെ ഹീബ്രു വാക്ക്, ഹെസദ്. വിശ്വസ്തതയുള്ള സ്നേഹം എന്നാണ് ഒരു തർജ്ജമ, ലോയൽ ലവ്, വിശ്വസ്തതയുള്ള സ്നേഹം, അല്ലെങ്കിൽ ഉടമ്പടി സ്നേഹം എന്ന് പറയും, ദീർഘക്ഷമയുള്ള സ്നേഹം. അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് ദമ്പതികളാണ്. ഞാൻ കൃപയെക്കുറിച്ച് പറഞ്ഞത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. ഈ ദയ എന്നുള്ള വാക്ക് ദമ്പതികൾ തമ്മിലുള്ള ബന്ധത്തിലാണ് നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളത്. ഒരു ഉടമ്പടിയാണ്, ഇല്ലേ? ഇവള് എൻ്റെ ഭാര്യയായിരിക്കും, ഇവൻ എൻ്റെ ഭർത്താവായിരിക്കും മരണം വരെ. അതൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ദയ എന്ന് പറയുന്നത്. ദീർഘക്ഷമയുള്ള സ്നേഹം എന്ന് പറയുന്നത്, വിശ്വസ്തതയുള്ള സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ദയ എന്ന തർജ്ജമ ചെയ്യണേ? മറ്റേ കക്ഷി ഈ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചാലും ഈ കക്ഷി ദീർഘക്ഷമയോടെ സ്നേഹിക്കുന്നതിനാൽ അവിടെ ദയയുടെ ഒരു അംശമുണ്ട്. അപ്പൊ ദീർഘക്ഷമയുള്ള സ്നേഹം, വിശ്വസ്തതയുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞാലും ദയ കാണിക്കാതെ ഈ സ്നേഹത്തോട് ഈ വിശ്വസ്തത പുലർത്താൻ കഴിയില്ല, ഈ സമർപ്പണത്തോട്. അപ്പോൾ കടമയോ ചുമതലയോ ഉണ്ടായിട്ടല്ല. മറ്റേ കക്ഷി അവിശ്വസ്തത കാണിച്ചാൽ എനിക്ക് വേണമെങ്കിൽ ആ ഉടമ്പടിയിൽ നിന്ന് പുറത്ത് കടക്കാം. പക്ഷേ അത് എനിക്കൊരു അവകാശമുണ്ട്. എൻ്റെ ഒരു ഡ്യൂട്ടി ഒബ്ലിഗേഷൻ അനുസരിച്ച് ഞാൻ പിന്നെ സ്നേഹിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്നാൽ അയാൾ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ അയാളെ സ്നേഹിക്കുമെന്നൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഒരു സമർപ്പണം ചെയ്തിട്ടുണ്ട്. അപ്പം അയാൾ അവിശ്വസ്തത കാണിച്ചാലും ഞാൻ അയാളെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. ഈ നമ്മൾ ചില കഥകൾ കേൾക്കില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇല്ലേ 15 വർഷം കഴിഞ്ഞിട്ടാണ് ഭാര്യ തിരിച്ചറിയുന്നത്. അതുവരെ വേറെ വല്ല ബന്ധങ്ങളായിട്ടൊക്കെ നടന്നു, പക്ഷെ ഭാര്യ പിന്നെയും സ്നേഹിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ചില വലിയ സംവിധായകരുടെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
അയാൾക്ക് വേറെ ബന്ധമുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും ഈ ഭാര്യ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞാണ് അയാൾ തിരിച്ചറിഞ്ഞത്. ഇത് എളുപ്പമുള്ള സംഗതിയല്ല. പക്ഷെ അതുകൊണ്ടാണ് ദയ എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. വിശ്വസ്തതയുള്ള സ്നേഹത്തോടു കൂടി ആയിരിക്കാൻ, വിശ്വസ്തതയുള്ള സ്നേഹമായിരിക്കാൻ ദയയുടെ ഒരു അംശം വേണ്ടി വരും. ദയയുടെ ഒരു അംശം അല്ല, ദയ വേണ്ടി വരും. അപ്പോൾ കടമയോ ചുമതലയോ ഉണ്ടായിട്ടല്ല, ചെയ്ത ഉടമ്പടിയോടുള്ള സമർപ്പണത്തോടുള്ള വിശ്വസ്തതയാണ് ഈ ഹെസദ് എന്ന് പറയുന്നത്. യഹൂദ ധാർമ്മിക നിയമം അനുസരിച്ച് ഈ ലോകത്തെ സ്ഥാപിച്ചിരിക്കുന്ന 3 തൂണുകളിലാണ് ഈ ലോകത്തെ സ്ഥാപിച്ച ദൈവം. 1 ഹെസദ്, ദയാണ്. 2 വേദം പഠിക്കൽ, തോറ, മോശയുടെ ന്യായപ്രമാണം പഠിക്കൽ എന്ന അർത്ഥമുണ്ട്. വേദം പഠിക്കലാണ് 2ാമത്തെ തൂണ്. 3ാമത്തത് അവോധ എന്ന് പറയും. അവോധ എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്നാണ്. പക്ഷെ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് ദേവാലയത്തിലെ ബലി എന്നാണ്. അപ്പോൾ ദേവാലയത്തിലെ ബലി, അതാണ് ഒരു തൂണ്. ദൈവം ഈ ലോകത്തെ സ്ഥാപിച്ചിരിക്കുന്ന തൂണ് അവോധ, പ്രാർത്ഥന അല്ലെങ്കിൽ ബലി. 2 വേദം പഠിക്കല്. പിന്നെ 3ാമത്തത് ദയ കാണിക്കല്. ഈ 3 തൂണുകളിൽ മേലാണ് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് യഹൂദ ധാർമ്മിക നിയമത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ ദയ ഇല്ലാതെ ഈ ലോകം നിലനിൽക്കില്ല എന്നാണ്. വിശ്വസ്തതയോടുള്ള സ്നേഹം, വിശ്വസ്തതയുള്ള സ്നേഹം, ഉടമ്പടി സ്നേഹം, ദയയുള്ള സ്നേഹം എന്നൊക്കെയാണ് ഹെസദ് എന്ന വാക്കിനർത്ഥം. പിന്നെ കരുണ. കരുണ എന്നുണ്ടെങ്കിൽ ഹീബ്രു വാക്ക് റഹമ. ഇത് ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നല്ല സമരിയക്കാരൻ്റെ കഥ പറഞ്ഞപ്പോഴും പിന്നെ ധൂർത്തപുത്രൻ്റെ കഥ പറഞ്ഞപ്പോഴും ഒക്കെ ഈ നല്ല സമരിയക്കാരന് അവനോട് കരുണ തോന്നിയെന്നാണ്. റഹം എന്ന ആ വാക്കിന് ആക്ഷരികം എന്തെന്നറിയോ? ആക്ഷരികം എന്ന് പറയുന്നത് ഗർഭപാത്രം എന്നാണ്. സ്ത്രീയുടെ ഗർഭപാത്രം. കുഞ്ഞ് ഗർഭപാത്രം പുറത്തു വരുന്നത് പോലെ, പുറത്തു വരാതിരിക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞിന്, ഇല്ല. അതുപോലെ ഈ ഹൃദയം പിളർന്ന് കരുണ പുറത്ത് ചാടുകയാണ്. ഈ ദൈവസ്നേഹത്തിന്റെ മിന്നലേറ്റ് ഹൃദയം പിളർന്ന് കരുണ പുറത്ത് ചാടുന്നെന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ റഹം എന്ന് വെച്ചാൽ ഗർഭപാത്രം എന്നാണ്. തടുക്കാൻ പറ്റാത്ത സ്നേഹം എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പൊ നമുക്ക് 3ാമത്തെ കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞു അപ്പന് മക്കളോടുള്ള സ്നേഹം, അതാണ് നമ്മൾ പറഞ്ഞ കൃപ എന്ന് പറഞ്ഞത്. 2ാമത് ദമ്പതികൾ നമ്മളെ സ്നേഹത്തിലെ ഇല്ലേ ദയയോട് കൂടിയ സ്നേഹം പറഞ്ഞു. 3ാമത്തത് കരുണ പറയുമ്പോൾ അമ്മയും കുഞ്ഞും, പ്രസവിക്കുന്ന അമ്മ. അല്ലാതെ അമ്മമാരുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളെ വേറെ അമ്മയോട് പ്രസവിച്ചിട്ട് കുട്ടിയെ എടുത്തിട്ട് അങ്ങനെ വളർത്തുന്ന ചില ആളുകളുണ്ട്. വലിയ സിനിമ നടിമാരൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊരു ദൈവം തീരുമാനിച്ച തരത്തിലുള്ളൊരു അമ്മയല്ല അത്. പ്രസവിച്ച അമ്മ. പൊക്കിൾക്കുടി ബന്ധം, പൊക്കിൾക്കുടി മുറിച്ച് കളഞ്ഞാലും അമ്മയ്ക്ക് കൊച്ചിനോടുള്ള ബന്ധം അത് തടുക്കാൻ പറ്റുമോ? തടുക്കാൻ പറ്റില്ല. ഈ ഗർഭപാത്രത്തിൽ കുഞ്ഞ് പുറത്ത് വന്നാലും ആ പൊക്കിൾക്കുടി മുറിച്ച് കളഞ്ഞാലും അമ്മയ്ക്ക് ഈ കുഞ്ഞിനോടുള്ള സ്നേഹം ഒരിക്കലും തടുക്കാൻ പറ്റാത്തതാണ്. അതൊരു വികാരമല്ല, പ്രവൃത്തിയാണ്. പ്രവൃത്തിയും വികാരവും നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞിനടിക്കുന്ന കാണുമ്പോൾ അമ്മ ചെന്ന് നിൽക്കുകയാണ്. അപ്പനടിക്കുമ്പോൾ അമ്മ അടികൊള്ളുകയാണ്. കുഞ്ഞിന് വേണ്ടി അമ്മ അടികൊള്ളുകയാണ്. കുഞ്ഞിനെ ശിക്ഷിക്കാതെ മാറ്റി നിർത്തുകയാണ്. കുഞ്ഞിനെ സഹിക്കുകയാണെങ്കിൽ അമ്മ അത് ഏറ്റെടുക്കുകയാണ്. കുഞ്ഞിന് ഒരു കിഡ്നി ട്രബിൾ, അമ്മ കിഡ്നി കൊടുക്കാൻ തയ്യാറാ. ലിവർ ട്രബിൾ, അമ്മ കൊടുക്കാൻ തയ്യാറാ. പരിപാലിക്കാനായി, സംരക്ഷിക്കാനായി, കുഞ്ഞിനെ നിലനിർത്താനായി ഏതറ്റം വരെയും പോകുന്നത്. അതാണ് ഈ കരുണ എന്ന് പറയണേ. ഗർഭപാത്രം പോലെയാണെന്നാണ്. കുഞ്ഞ് ഗർഭപാത്രം പുറത്ത് വന്നാലും ആ കുഞ്ഞിനോടുള്ള അമ്മയുടെ സ്നേഹം തടുക്കാൻ പറ്റാതിരിക്കുന്നത് പോലെയുള്ള അതിനെയാണ് കരുണ എന്ന് പറയുന്നത്. അപ്പൊ കൃപ, ദയ, കരുണ എല്ലാം വേറെ വേറെ അർത്ഥമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരൊറ്റ അർത്ഥമല്ല, എല്ലാം പര്യായ പദങ്ങളല്ല. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യന്റെ പാപങ്ങൾ എത്ര ഉന്നതമായ പർവ്വതം പോലെയാണെങ്കിലും ദൈവത്തിന്റെ കരുണ അതിനെ അതിശയിക്കുന്ന ചക്രവാളം പോലെയാണ്. അത് പറയുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് പറയുന്നത്. ഈ ദയയെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഹെസദിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഉദയം അസ്തമയത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് തന്റെ ലംഘനങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ എന്നും തർജ്ജമ ചെയ്യാം. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ, കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് ആവർത്തിക്കുകയാണ്. വടക്ക് തെക്ക് എന്നതിന് ഒരു അന്തിമ ബിന്ദു ഉണ്ട്. നമ്മൾ വടക്കോട്ട് യാത്ര ചെയ്താൽ ഉത്തരധ്രുവത്തിലെത്തും, പിന്നെയും യാത്ര ചെയ്താൽ ദക്ഷിണ ധ്രുവത്തിലേക്ക് എത്തുക. അതിനൊരു അന്തിമ ബിന്ദു ഉണ്ട്. ഉത്തരധ്രുവത്തിനുണ്ട്, വടക്കിനുമുണ്ട്, തെക്കിനുമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അന്തിമ ബിന്ദു ഇല്ലാത്ത ഒരു സ്ഥലമാണ് കിഴക്കും പടിഞ്ഞാറും. നമ്മളിപ്പോൾ കിഴക്കോട്ട് യാത്ര ചെയ്താൽ
എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. കിഴക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കിഴക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, ഒരു അന്തിമ ബിന്ദുവില്ല. അതുപോലെ തന്നെയാണ് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ അങ്ങനെ തന്നെയാണ്, ഒരു അന്തിമ ബിന്ദുവില്ല. വടക്കോട്ടും തെക്കോട്ടും പോകുന്നത് പോലെയല്ല കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയാൽ. ഭൂമിയിലുള്ളവരുടെ കാര്യം പറയണേ. ഭൂമിയിലുള്ള മനുഷ്യർ ഇതുവരെ നമുക്ക് അറിയാവുന്നിടത്തോളം മനുഷ്യർ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. മനുഷ്യരുടെ കാര്യമാണ്, ഭൂമിയിലുള്ള മനുഷ്യരുടെ കാര്യമാണ് ഞാൻ പറയണേ. അയ്യോ ഇത് അങ്ങനെയൊന്നല്ലല്ലോ, ഈ ഭൂമി ഒരു ഗ്രഹമല്ലേ, സൗരയൂഥം ഇല്ലേ, പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ ഭൗതികശാസ്ത്രം പഠിച്ചോ. ഞാൻ പറയുന്നത് ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി എഴുതപ്പെട്ട ബൈബിളിനെ കുറിച്ചാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ കിഴക്കും പടിഞ്ഞാറും ഒരു അന്തിമ ബിന്ദു ഇല്ലെങ്കിൽ കിഴക്കോട്ട് യാത്ര ചെയ്താൽ ഒരിക്കലും കിഴക്ക് അവസാനിക്കുന്നില്ല. ഉദയം അസ്തമയത്തിൽ നിന്ന് കിഴക്ക് പടിഞ്ഞാറിൽ അകന്നിരിക്കുന്നു, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സങ്കീർത്തനം ഉദ്ദേശിക്കുന്നത് പ്രധാനമായി 3 കാര്യങ്ങളാണ്. ഒന്ന്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെയുള്ള ദൂരം അളക്കാൻ കഴിയാത്തത് പോലെയാണ് പാപങ്ങളുടെ മോചനം. പാപമോചനം അളക്കാൻ കഴിയില്ല, അളവില്ലാത്തതാണ് പാപമോചനം. കിഴക്കിൽ നിന്ന് പടിഞ്ഞാറ് വരെയുള്ള ദൂരം ഒരിക്കലും അളക്കാൻ പറ്റാത്തതുപോലെ പാപത്തിലുള്ള മോചനം അത് അളക്കാൻ പറ്റാത്ത വിധം അകന്നിരിക്കുന്നു എന്നാണ്. അളവില്ലാത്തതാണ് പാപമോചനം. 1. 2, ദൈവം പാപങ്ങൾ മോചിക്കുമ്പോൾ അത് പൂർണ്ണമായ മോചനമാണ്. പാപത്തെ ഇങ്ങനെ വശത്തേക്ക് മാറ്റി വയ്ക്കുകയല്ല, മറിച്ച് തീർത്തും ഈ വ്യക്തിയെ, പാപിയെ പാപത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ദൈവം പാപം ക്ഷമിക്കുമ്പോൾ. ദൈവം പാപം ക്ഷമിക്കുമ്പോൾ പാപിയെ പാപത്തിൽ നിന്ന് തീർത്തും എടുത്തു മാറ്റുകയാണ്. പൂർണ്ണമായ പാപമോചനമാണ്. അളക്കാൻ പറ്റാത്തതാണ് ആദ്യത്തെ പറഞ്ഞത്. 2, പൂർണ്ണമാണ്, കംപ്ലീറ്റ് ആണ്. ആദ്യത് ഇമ്മെഷറബിൾ, അളക്കാൻ പറ്റാത്തത്. 2ാമത് കംപ്ലീറ്റ്. 3ാമത് പാപങ്ങൾ ഒരിക്കൽ ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ പാപം പിന്നെയും ദൈവം ഓർത്തോണ്ടിരിക്കില്ല. ഒരിക്കൽ ദൈവം പാപം ക്ഷമിച്ചാൽ ആ ക്ഷമിച്ച പാപം പിന്നെ ദൈവം ഓർക്കില്ല. ഇപ്പം നമ്മൾ സാധാരണ ചെറുപ്പക്കാർ ചോദിക്കും, നമ്മൾ കുമ്പസാരിക്കുന്നു പിന്നെയും അതേ പാപം ചെയ്യുന്നു. അപ്പോൾ എന്തിനാണ് കുമ്പസാരിക്കണേ? ചെയ്യാത്ത പാപമല്ല നമ്മൾ കുമ്പസാരിക്കണേ, ചെയ്ത പാപങ്ങളെ കുമ്പസാരിക്കുന്നേ. ആ പാപങ്ങൾ പിന്നെ ദൈവം ഓർക്കുന്നില്ല. അപ്പം അതൊരു വലിയൊരു കാര്യമല്ലേ? നമ്മൾ ശരിയായ കുമ്പസാരമാണ് നടത്തുന്നതെങ്കിൽ, കള്ളക്കുമ്പസാരമല്ല, ശരിയായ കുമ്പസാരമാണ് നടത്തുന്നതെങ്കിൽ ദൈവം പാപങ്ങൾ ക്ഷമിച്ചാൽ ആ പാപങ്ങൾ പിന്നെ ഒരിക്കലും അവൻ ഓർക്കുന്നില്ല. കിഴക്ക് പടിഞ്ഞാറിൽ അകന്നിരിക്കുന്നത് പോലെയാണ് ഈ ക്ഷമിക്കപ്പെട്ട പാപത്തിൽ നിന്ന് പാപി അകന്നിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ദയയെക്കുറിച്ചും കൃപയെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണല്ലോ ഈ പറയുന്നത്. പാപമോചന കഥന്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു വചനം കൂടി പറയുകയാണ്. ചോദിച്ചിട്ടില്ല, പക്ഷെ അതുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഈ ഉദയവുമായിട്ട് ബന്ധപ്പെട്ട, കിഴക്കുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം വെളിപാട് പുസ്തകം 7ാമത്തെ അധ്യായം 2ാമത്തെ വാക്യത്തിലുണ്ട്. വെളിപാട് 7:2. മറ്റൊരു മാലാഖ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്നും കയറുന്നത് ഞാൻ, യോഹന്നാൻ, കണ്ടു. ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്താൻ അധികാരപ്പെട്ട നൽകപ്പെട്ട ആ 4 മാലാഖമാരോട് ആ 4 മാലാഖമാരെ കുറിച്ച് തൊട്ട് മുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത്. സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്നും ഒരു മാലാഖ കയറി വരികയാണ്. എന്നിട്ട് 4 മാലാഖമാരോട് പറയാണ്, ഞങ്ങൾ ഈ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിയിൽ ടാവടയാളം, കുരിശടയാളം ഇടുന്നത് വരെ നിങ്ങൾ ഭൂമിക്കും പിന്നെ സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കൊന്നും കേടുവരുത്തരുത്. വൃക്ഷങ്ങളെന്ന് ഇവിടെ വെളിപാട് പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത് സകല ജീവജാലങ്ങളും, മനുഷ്യരുൾപ്പെടെ സകല ജീവജാലങ്ങളും, സമുദ്രത്തിലും ഭൂമിയിലും ഉള്ള സകല ജീവജാലങ്ങൾക്കും ഒരു കേടും വരുത്തരുത്. ഞങ്ങൾ ദൈവത്തിനുള്ളവരുടെ നെറ്റിയിൽ ടാവടയാളം അല്ലെങ്കിൽ കുരിശടയാളം ഇടുന്നത് വരെ. 4 മാലാഖമാർ, അവർ 4 മാലാഖമാർക്ക് ഇങ്ങനെ, അതെന്താണ് ഈ 4 മാലാഖമാർ? നമ്മുടെ നാട്ടിൽ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും ഇല്ലേ? പഞ്ചഭൂതങ്ങൾ, ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം. അത് ഹൈന്ദവ ചിന്തയാണ്. യഹൂദ ചിന്തയനുസരിച്ച് പഞ്ചഭൂതങ്ങളല്ല, ചതുർഭൂതങ്ങളാണ്. ചതുർഭൂതങ്ങൾ. ആകാശമില്ല. ആകാശം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മേഖലയായിട്ടാണ് ബൈബിൾ കാണുന്നത്. അതുകൊണ്ട് ചതുർഭൂതങ്ങൾ എന്നാണ് യഹൂദ വിശ്വാസം. ഏനോക്കിന്റെ 1ാമത്തെ പുസ്തകം 60ാമത്തെ അധ്യായം 11 തൊട്ട് 22 വാക്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ജൂബിലിയുടെ പുസ്തകം 2:2 കാണാം. ഈ ചതുർഭൂതങ്ങളുടെ മേല്, നാച്ചുറൽ എലമെന്റ്സിന്റെ മേല് ദൈവം മേൽനോട്ടം വഹിക്കുന്നത് മാലാഖമാരിലൂടെയാണ്. അതാണ് ഈ 4 മാലാഖമാര്.
ഈ 14-ാമത്തെ വാക്യം, 14-ാമത്തെ അധ്യായം, ഈ 18-ാമത്തെ വാക്യത്തിൽ അഗ്നിയുടെ മേലെ അധികാരമുള്ള ഒരു മാലാഖ. അഗ്നി ഒരു ചതുർഭൂതങ്ങളിൽ ഒന്നാണ്. പിന്നെ വെള്ളത്തിന് മേൽ അധികാരമുള്ള മറ്റൊരു മാലാഖയെക്കുറിച്ച് 16:5 കാണുന്നുണ്ട്, വെളിപാട് പുസ്തകം 16:5. അപ്പോൾ ഭൂമി, വെള്ളം, വായു, അഗ്നി, ഇതാണ് ചതുർഭൂതങ്ങൾ. ഇതിന് ഓരോ മാലാഖമാർക്ക് ചുമതല കൊടുത്തിരിക്കുക. അപ്പൊ ദൈവം അവരിലൂടെയാണ് ഈ ചതുർഭൂതങ്ങളെ നിയന്ത്രിക്കുന്നതും അതുവഴി ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും ഈ മാലാഖമാരിലൂടെയാണ്. ഇതാണ് 4 മാലാഖമാര്. ഭൂമിക്ക് ഒരു മാലാഖ, വെള്ളത്തിനൊരു മാലാഖ, വായുവിന്, അഗ്നിക്ക്. ഈ ചതുർഭൂതങ്ങളുടെ നിയന്ത്രണം ദൈവം, അല്ലെങ്കിൽ അതിന്റെ ക്രമപ്പെടുത്തൽ, അതിന് നയിക്കുന്നതെല്ലാം മാലാഖമാരിലൂടെയാണ്. ആ 4 മാലാഖമാര്, ഒരു മാലാഖ അഗ്നിയായിട്ടും മറ്റൊരു മാലാഖ കാറ്റായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ദുഷ്ടന്മാരെ ശിക്ഷിക്കാനായിട്ട്. ആ ശിക്ഷിക്കുന്നതിന് മുൻപ് ദൈവത്തിന് വേണ്ടിയുള്ളവരെ കുരിശടയാളം ഇട്ടിട്ട് മാറ്റി നിർത്തുകയാണ്. അതിനാണ് ഈ ഒരു മാലാഖ സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് പൊങ്ങി വരുന്നത്. സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് പൊങ്ങി വരികയാണ്. ഭൂമിയിൽ വെളിച്ചത്തിന്റെ ഉറവിടം സൂര്യനാണ്, അല്ലേ? ഭൂമിയിൽ വെളിച്ചത്തിന്റെ ഉറവിടം സൂര്യനല്ലേ? ഇപ്പൊ ചിലർ ഈ ബോധമില്ലാത്ത ഭൗതികശാസ്ത്രം പഠിക്കുന്നവരും എന്താ പറയുക, സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അത് ഒരു നിലയ്ക്കല്ലേ സത്യമാകുന്നുള്ളൂ. ഭൂമിക്ക് കുറെ മുകളിലേക്ക് പോയാൽ മാത്രം. ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുകയും ചെയ്യുന്നുണ്ട്, അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാത്രിയല്ലേ ഉറങ്ങുന്നേ? പകലുറങ്ങുന്നവരുണ്ട്, എന്നാലും രാത്രിയല്ലേ. ഈ നമുക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നത് രാത്രിയും പകലുള്ളത് കൊണ്ടല്ലേ. സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കേ സത്യമാവുന്നുള്ളൂ. മറുനിലയ്ക്ക് ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുകയും ചെയ്യുന്നുണ്ട്, അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ ചെടികൾ വളരുന്നത്. സൂര്യ ഉദിക്കുന്നില്ലെങ്കിൽ ചെടികൾ വളരുമോ? അപ്പൊ ഭൂമിയിലുള്ളവർക്ക് സൂര്യ ഉദിക്കുകയും ചെയ്യുന്നുണ്ട്, അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല കാര്യം സത്യമാണ്. ഇതാണ് ഈ പാരഡോക്സ് എന്ന് പറയണേ. അതായത് വിരുദ്ധമായി തോന്നിയാലും സത്യമായിരിക്കും. ഇത് ദൈവത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഏകനാണ്, 3 ആളാണ്. ഈ ഭൗതികശാസ്ത്രം നന്നായിട്ട് അറിഞ്ഞാൽ ദൈവത്തെ അറിയാൻ എളുപ്പമാണ് കുറച്ചുകൂടി. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ആണ്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ആണ്. അപ്പോൾ ഏക ആറ്റമാണ്, പക്ഷെ 3 ആണ്. ഇത് തന്നെ നമ്മൾ ദൈവത്തിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ശരിക്കും ഏകസത്യ ദൈവം 3 ആണ് എന്ന് പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ശാസ്ത്രം അറിയണം കുറച്ചൊക്കെ. സൂര്യ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. സൂര്യ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. അച്ഛൻ്റെ വട്ടാ പറയണേ, രണ്ടും സത്യമാണ്. പാരഡോക്സിക്കൽ ട്രൂത്ത് എന്ന് പറയും. മരണം കൊണ്ടാണ് മരണത്തെ കീഴ്പ്പെടുത്തിയത് ഈശോ. അതിങ്ങനെയാണ്. മരണത്തിലെ അവൻ മരിച്ച് മരിച്ച താവളത്തിലേക്ക് ഇറങ്ങിയത്, അല്ലേ? അവൻ മരിച്ചാൽ മാത്രം പോരാ, മരിച്ചവരുടെ താവളത്തിലായിരിക്കണം, അപ്പോഴല്ലേ കീഴടക്കാൻ പറ്റൂ. അവൻ അവിടേക്ക് ഇറങ്ങിയത് മരണത്തിന് പിടികൊടുത്തിട്ടല്ല, മരണത്തിന്റെ മേൽ ജേതാവായിട്ടാണ്. അതുകൊണ്ടാണ് മരണത്തിന് അവിടെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല, പാതാളത്തിൽ പിടിച്ചു വെക്കാൻ പറ്റിയില്ല, മരണത്തിന്റെ താവളത്തിൽ അവൻ പിടിച്ചു വെക്കാൻ പറ്റിയില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ മരണം കൊണ്ട് മരണത്തെ കീഴടക്കി. ഇതൊരു പാരഡോക്സാണ്. മരണം കൊണ്ട് മരണത്തെ കീഴടക്കി. ഇത് കുരിശ് ശിക്ഷാവിധിയുടെയും നാണക്കേടിന്റെയും ചിഹ്നമാണ്. അതിപ്പോൾ വിജയത്തിന്റെ ചിഹ്നമാണ്. ഇത് ദൈവത്തിന്റെ ഒരു രീതിയാണ്. അപ്പൊ ഞാൻ ഈ സൂര്യ ഉദിക്കുന്നു, അസ്തമിക്കുന്നു എന്ന പോയിന്റ് തന്നെ പറഞ്ഞു വരുന്നേ. ഭൂമിയിൽ വെളിച്ചത്തിന്റെ ഉറവിടമാണ് സൂര്യൻ. ആ സൂര്യൻ, അതായത് വെളിച്ചത്തിന്റെ ഉറവിടമായ, ജീവന്റെ ഉറവിടമായ, പ്രകൃതിയിലെ ജീവന്റെ ഉറവിടമായ കിഴക്ക് ദിക്ക്. അതുകൊണ്ട് കിഴക്ക് ദിക്കിനെ ജീവന്റെ പിള്ളത്തൊട്ടിൽ എന്നാണ് വിളിക്കുക. ജീവന്റെ പിള്ളത്തൊട്ടിലെ കിഴക്കാണ്. ദൈവവും മനുഷ്യനും സൗഹൃദത്തിൽ ജീവിച്ചിരുന്ന ഇടമായ ഏദൻ തോട്ടം കിഴക്കായിരുന്നു. ഉൽപ്പത്തി 2:8. ദൈവവും മനുഷ്യനും വരപ്രസാദത്തില് സൗഹൃദത്തിൽ ജീവിച്ചിരുന്ന ഇടം ഏദൻ തോട്ടമാണ്. അവിടെയാണ് ജീവന്റെ പിള്ളത്തൊട്ടിൽ. ഏദൻ തോട്ടത്തിലാണ് ജീവൻ ഉണ്ടാകുന്നത്. ദേവാലയം വിട്ടുപോയ ദൈവത്തിന്റെ തേജസ് വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത് കിഴക്ക് നിന്നാണ്, ഒലിവുമലയിൽ നിന്ന്. എസക്കിയേല് 43:1-5. ഇടിമിന്നല് കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെയാണ് മനുഷ്യപുത്രന്റെ 2ാമത്തെ വരവ്. മത്തായി 24:27. ഇടിമിന്നല് കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം ഇല്ലേ വിളങ്ങുന്നത് പോലെയാണ് മനുഷ്യപുത്രന്റെ 2ാമത്തെ വരവ്. അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിനെയും ജീവന്റെ ഉറവിടത്തെയും ഈ ലോകത്തിൽ ഭൂമിയിലെ വെളിച്ചത്തിന്റെ ഉറവിടത്തെയും പ്രതിനിധാനം ചെയ്യുന്ന പൗരസ്ത്യ ദേശത്ത് നിന്നാണ് ദൈവിക സംരക്ഷണത്തിന്റെ മുദ്രയുമായി മാലാഖ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായോ? ഈ കിഴക്ക് എന്ന് പറഞ്ഞല്ലോ, കിഴക്ക് നിന്ന് അവൻ വരുന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ജീവന്റെ പിള്ളത്തൊട്ടിൽ നിന്ന് അവൻ വരുന്നു.
വെളിച്ചത്തിന്റെ ഉറവിടത്തിൽ നിന്ന് അവൻ വരുന്നു. ദൈവവും മനുഷ്യനും വരപ്രസാദത്തിലായിരുന്ന ആ ഇടമായ ഏദൻ തോട്ടത്തിൽ നിന്ന് അവൻ വരുന്നു. ദേവാലയം വിട്ടുപോയ ദൈവത്തിന്റെ തേജസ് വീണ്ടും ദേവാലയത്തിലേക്ക് വരുന്നത് കിഴക്ക് നിന്നാണ്. ഇടിമിന്നല് കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്നത് വിളങ്ങുന്നത് പോലെയാണ് മനുഷ്യപുത്രൻ വരിക. അപ്പൊ ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ വെളിച്ചം, മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം, ജീവന്റെ പിള്ളത്തൊട്ടില്, വെളിച്ചത്തിന്റെ ഉറവിടം, ഇതെല്ലാം ഉള്ള ആ ദിശയാണ് ഈ കിഴക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ആഗമനത്തിനായി നോക്കി പാർക്കുന്ന നമ്മള് അവൻ വീണ്ടും വരുന്നു നമ്മൾ പറയുന്നു. അവൻ വരുന്നത് ഇടിമിന്നല് കിഴക്കുന്ന് പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെയാണ് അവൻ വരുന്നത്. ഒലിവ് മലയിൽ വെച്ചിട്ടാണ് ഇല്ലേ അവൻ, ഒലിവ് മല ജെറൂസലമിന്റെ കിഴക്കാണ് ഒലിവ് മല, അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. മാലാഖ എന്താ പറഞ്ഞത്? അവൻ എങ്ങനെ എടുക്കപ്പെട്ടുവോ അതുപോലെ വരും. അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ തേജസ് വരുന്ന, ജീവന്റെ പിള്ളത്തൊട്ടിലായിരിക്കുന്ന, ദൈവവും മനുഷ്യനും വരപ്രസാദത്തിലായിരിക്കുന്ന ദിക്ക്, മനുഷ്യപുത്രൻ വരുന്ന ദിക്ക്, അവിടേക്ക് തിരിഞ്ഞാണ് മനുഷ്യർ നിൽക്കുക. കാരണം അവിടെ നിന്ന് വരുന്ന മാലാഖയാണ് നമ്മുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മെ ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തുന്നത്. ദൈവത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്നവര് കിഴക്കോട്ട് നോക്കി നിൽക്കുകയാണ്. കാരണം കിഴക്ക് നിന്നാണ് ഈ മാലാഖ പൊങ്ങി വരുന്നത്. ഉദയ സൂര്യന്റെ അവിടെ നിന്നാണ് പൊങ്ങി വരുന്നത്. എന്നിട്ട് അവൻ കൃപയും ദയയും കരുണയും ചൊരിയുകയാണ് ഈ കുരിശടയാളം ഇട്ടിട്ട്. അപ്പൊ കൃപ വേണമെങ്കിൽ, കരുണ വേണമെങ്കിൽ, ദയ വേണമെങ്കിൽ ഈ ഉദയസൂര്യന്റെ ദിക്കിൽ നിന്നും കയറി വരുന്ന മാലാഖയുടെ കയ്യിലുള്ള ആ അടയാളം, ടാവ് എന്ന് പറഞ്ഞ കുരിശടയാളം നമ്മുടെ നെറ്റിയിൽ വേണം. അത് ഇടാനായിട്ട് നമ്മൾ അനുവദിക്കണം. അത് ഇടാൻ അനുവദിക്കണമെങ്കിൽ നമ്മൾ ആ ദിശയിലേക്ക് നോക്കി നിൽക്കണം. അവിടെ നിന്ന് ഉദയസൂര്യനെ പോലെ ഇല്ലേ, ഉദയസൂര്യന്റെ ദിക്കിൽ നിന്നും ഉയർന്നു വരുന്ന മാലാഖയെ കാണാതെ പുറം തിരിഞ്ഞു നിന്നാൽ ഈ കരുണയും കിട്ടില്ല, കൃപയും കിട്ടില്ല, ദയയും കിട്ടില്ല. അവരുടെ മേലാണ് അഗ്നിയായും വായുവായും പിന്നെ വെള്ളമായിട്ടും ശിക്ഷ. ഈ മറ്റ് 4 മാലാഖമാർ അതിനു വേണ്ടി നിൽക്കുന്നവരാ. അവരുടെ മേൽ ദൈവം ശിക്ഷ നടപ്പാക്കുമെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഏത് ദിശയിലേക്ക് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഞങ്ങൾക്ക് കരുണ വേണമെന്ന് പറഞ്ഞിട്ട് പുറം തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ കൃപയും കരുണയും ദയയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം 4 മാലാഖമാർ ശിക്ഷ നടപ്പാക്കാൻ നിൽക്കുന്നുണ്ട്. ഈ ദൈവിക സംരക്ഷണത്തിന്റെയും കൃപയുടെയും കരുണയുടെയും ദയയുടെയും മാലാഖ സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്നാണ് വരുന്നത്. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ന്യായങ്ങൾ. അതിന് പുറംതിരിഞ്ഞു നിന്നാൽ, ദൈവത്തിന് പുറംതിരിഞ്ഞു നിന്നാൽ സാത്താന്റെ വശമാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഏത് ദിശയിലേക്ക് നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തെ നിർത്തിയിരിക്കുന്ന 3 സ്തംഭങ്ങൾ? 3 സ്തംഭങ്ങൾ. ഒന്ന് ദയ, മറ്റൊന്ന് വേദം പഠിക്കുക, 3 ബലിയർപ്പിക്കുക. കാര്യം മനസ്സിലായോ? എന്തുമാത്രം ആഴത്തിലാണ് ബൈബിൾ എന്ന്. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രസംഗിക്കാൻ പറ്റും, ഞങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് പറയണേ. ഇപ്പോൾ പഠിച്ചു തുടങ്ങൂ. പഠിക്കുന്നത് പ്രസംഗിക്കൂ. സംശയം വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ട് പറയാന്ന് പറയൂ. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമുക്ക് പ്രസംഗിക്കാൻ ആരംഭിക്കാൻ പറ്റുമോ? സുവിശേഷം ഇപ്പോൾ പ്രസംഗിക്കൂ. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും. കൃപയും കരുണയും ദയയും കിട്ടും. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു നിൽക്കൂ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.